കഴിഞ്ഞ വർഷക്കാലം നമ്മൾ കൂടുതൽ മനുഷ്യരുമായി സമ്പർക്കം കൂടിയിരുന്നു. എന്നാൽ ഹല്ലേലൂയ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15:47 പറയുന്നു, മനുഷ്യൻ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന്. അതേ ഒന്നാമത്തെ മനുഷ്യൻ ഹല്ലേലൂയ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് തന്നെ. അതേ അതുകൊണ്ട് ആദ്യത്തേതിനെ നമുക്ക് വിട്ടുകളയാം. അതേ കഴിഞ്ഞ കാലങ്ങളിലേതിനെ നമുക്ക് വിട്ടുകളയാം. എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, രണ്ടാം മനുഷ്യനാം സ്വർഗത്തിൽ നിന്ന് ഉളവായവനത്രേ എന്ന്. അതേ കർത്താവായ യേശു അത്രേ രണ്ടാമതായി ജനിച്ചവൻ. ഹല്ലേലൂയ. അതേ ഹല്ലേലൂയ. അവനെ കൂടാതെ യാതൊന്നും ഉളവായിട്ടില്ല എന്ന് വചനം പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ വിഷയങ്ങൾക്ക് മേൽ പരിഹാരം കാണാത്തതിന്റെ മെയിൻ കാരണം അത് തന്നെ അത്രേ. കാരണം ഒന്നാം മനുഷ്യനുമായിരുന്നു അത്ര നിന്റെ ചങ്ങാത്തം. മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയവൻ മഴ പെയ്താൽ പൊടി അത് ലയിച്ചു പോകുന്നത് പോലെ നിന്റെ വിഷയങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ മനുഷ്യനോട് പറഞ്ഞാൽ അതും ഹല്ലേലൂയ വെള്ളത്തിൽ ഒലിച്ചതുപോലെ ആയിത്തീരുമത്രേ. എന്നാൽ സ്വർഗത്തിൽ നിന്നുളവായനവായ ആത്മാവിന്റെ ദൈവമായ കർത്താവുമായി ഒരു സമ്പർക്കത്തിൽ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ അതേ വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ, ആദിനും അന്തിനും എന്ന്. അതേ ആദിയിൽ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ ഹല്ലേലൂയ യേശുവിന്റെ വരവോളം പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമത്രേ.